നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ മഹാപട്ടണമായ ചെന്നൈയിലേക്ക് വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കുടിയേറിപ്പാർക്കും. അവരെ തേടി ഒരു പറ്റം മിഷണറിമാർ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചു, അന്വേഷിച്ചു, ഓരോരുത്തരെയായി കണ്ടെത്തി. കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ മിഷണറിമാർ കൂടെ കൂട്ടി. അവരോടൊപ്പം സ്നേഹത്തിന്റെ പെസഹ ആചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. ചെന്നൈ മിഷൻ. സഭയുടെ മുഖം ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖമാകണം. കാരുണ്യവർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സീറോ മലബാർ സഭയുടെ ചെന്നൈ മിഷൻ അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇന്നേ വരെ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള സേവനങ്ങളാണ് സഭയുടെ സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് ഈ മിഷനിൽ നിർവഹിച്ചിട്ടുള്ളത്, ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ഈ മിഷൻ്റെ ഇവിടുത്തെ ആരംഭം മുതൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തിനോക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഷാലോം പ്രേക്ഷകരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഇപ്പോൾ നിൽക്കുന്നത് പെരമ്പൂർ എന്ന സ്ഥലത്താണ്. ചെന്നൈ പട്ടണത്തിൽ ഇപ്പോൾ ചൂടുകൂടി വരുന്ന കാലാവസ്ഥയാണ്. ഈ സമയങ്ങളിൽ സജീവമാകുന്ന ഒരു സാധാരണ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് നാം സന്ദർശിക്കാൻ പോകുന്ന ഒരു മിഷൻ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. അനുഗ്രഹ സ്കൂൾ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ. സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസിനിമാരെയാണ് ഈ മിഷൻ സ്റ്റേഷന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്തത്. വളരെയേറെ കരുതലും നിയന്ത്രണങ്ങളും ദിശാബോധവും നൽകേണ്ട പ്രായം, അത് ഇവർക്ക് ഇവിടെ പ്രത്യേകമായി കണ്ടെത്തിയ ശൈലിയിലൂടെ നൽകാൻ ഈ സ്ഥാപനത്തിലെ അധ്യാപികമാർ പരിശ്രമിക്കുന്നു. പരിശീലകർ ഓരോ വിദ്യാർത്ഥിയെയും അടുത്തറിഞ്ഞ് ഇവരുടേതാകുന്ന ലോകത്തിലേക്ക് ആത്മീയമായും ഭൗതികമായുള്ള മനസ്സിൻ്റെ ഒരു സന്ദർശനമാണ് ആദ്യമേ നിർവഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ തങ്ങൾ മറ്റു കുട്ടികളെക്കാൾ വ്യത്യസ്തരാണെന്നും തങ്ങളുടെ പരിമിതികൾ ഒരു പരിധിവരെ മനസ്സിലാക്കിയുമാണ് ഈ കുരുന്നുകൾ ഇവിടെ പരിശീലിക്കുന്നത്. അതിനാൽ ആ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നു. സാധാരണ ഒരു വ്യക്തിയാണെന്ന അവബോധം അവരുടെ പെരുമാറ്റ രീതിയിലൂടെ പ്രകടിപ്പിക്കാൻ ഓരോ കുട്ടിയെയും ഇവിടെ സഹായിക്കുന്നു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ മാനസികമായി തകർന്നു പോകാനിടയുണ്ടെന്ന് മിഷണറിമാർ ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമായ ഞങ്ങളുടെ അനുഗ്രഹ സ്കൂൾ ഫോർ മെൻ്റലി ചലഞ്ചഡ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ്. അഗതികളും നിരാലംബരുമായവർക്ക് കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സിദ്ധി. 1993
ഞങ്ങളുടെ സന്യാസ സമൂഹം ഇവിടെ ആദ്യമായിട്ട് മദ്രാസിൽ വരുന്നത്. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപത ഡയസിസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ എന്ത് തുടങ്ങാമെന്നുള്ള ആലോചനയുമായി ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെയുള്ള ഭവനങ്ങൾ സന്ദർശിച്ചപ്പോൾ വീടിൻ്റെ മുക്കിലും മൂലയിലുമായി ധാരാളം കുഞ്ഞുങ്ങൾ മെൻ്റലി ചലഞ്ചായ കുഞ്ഞുങ്ങളെ കാണുവാനിടയായത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും 1994 ജൂൺ മാസം ഞങ്ങളുടെ ഈ സമൂഹത്തോട് ചേർന്ന ഒരു ഷെഡിൽ ഞങ്ങളുടെ സ്കൂൾ ആരംഭിച്ചു. ചെറിയൊരു തുടക്കത്തോട് തുടങ്ങിയ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വളർന്ന് 85 കുട്ടികൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പരിശീലനം നേടി വരുന്നു. ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി ശാരീരിക വ്യായാമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിലൂടെ ഇവരുടെ മാനസിക വളർച്ചയ്ക്കും നാഡീഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾക്കും ഉത്തമമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഉല്ലാസപ്രദമായ വ്യായാമം നൽകുന്നതിലൂടെ ഇവരുടെ കുഞ്ഞു മനസ്സിനെ വിഷമതകളിൽ നിന്നുള്ള ശ്രദ്ധയകറ്റി ജീവിതത്തോടുള്ള ആഭിമുഖ്യം ക്രിയാത്മകമാക്കുവാൻ ഉപകരിക്കുന്നു. ഇതിലൂടെ നിഷ്ക്രിയരായി നിരാശയുടെ പടുകുഴിയിൽ വീഴുന്ന അനേകം കുഞ്ഞുമക്കളെ ഈ മിഷൻ കേന്ദ്രം ഒരു പരിധിവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രേരണ നൽകുന്നു. வணக்கம், என் பேர் பாக்கியா. நான் இந்த ஸ்கூலில் 13 வருஷமாக ஒர்க் பண்ணுறேன் சிறப்பு ஆசிரியராக. நான் இந்த குழந்தைகளுக்கான சிறப்பு பயிற்சி முடிச்சிருக்கிறேன். இந்த குழந்தைங்க ஃபஸ்ட்டு வரும்பொழுது ஒன்றுமே தெரியாமல் தான் வராங்க. ஆனால் நாங்கள் கொடுக்குற ட்ரைனிங்கால் இந்த குழந்தைங்க நல்ல இம்ப்ரூவ்மெண்ட்டாக வராங்க. இதை பார்க்குற பெற்றோர்களுக்கும் ரொம்ப சந்தோஷமாக இருக்குது. പഠനത്തിൻ്റെ ശൈലിയിലും ചില വ്യത്യാസങ്ങൾ ഇവിടെ പ്രകടമാണ്. അധ്യാപകർ ഇവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് കുഞ്ഞ് ആശയങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും ആവശ്യം വേണ്ടത് ക്ഷമയാണെന്ന് മിഷണറിമാർ പ്രത്യേകം പറയുന്നു. ഇന്നത്തെ ആധുനിക യുഗത്തിൽ അധ്യാപനം ഒരു കച്ചവട സാധ്യതയായി മാറുമ്പോൾ അനുഗ്രഹയിലെ ഈ അധ്യാപകരും സന്യസ്തരും ലാഭേച്ഛ കൂടാതെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടുത്തെ ശുശ്രൂഷകരുടെ സ്നേഹവാത്സല്യവും പ്രോത്സാഹനവും മൂലം ഇവിടുത്തെ കുട്ടികളിൽ സാധാരണ കാണുന്നതിനേക്കാളും അല്പം വേഗത്തിലുള്ള മാറ്റം കാണാൻ സാധിക്കുന്നു. ഇന്ന് ഇവരിൽ ചിലർ അത്ഭുതമെന്നോണം സാധാരണമായ കുട്ടികളുടെ ജീവിതശൈലിയിലേക്ക് മാറുന്നത് കണ്ടിട്ടുള്ളതായി ഇവിടുത്തെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു. വെരി ഗുഡ്. സോപ്പ് എങ്ക ഇരിക്കുത്? സോപ്പ്. വെരി ഗുഡ്. സാവി എടുത്തോട്. സാവി. വെരി ഗുഡ്. സീപ്പ് എങ്ക? സീപ്പ്. വെരി ഗുഡ്. വാച്ച് എടുത്തോട്. വാച്ച്. വെരി ഗുഡ്. ബ്രഷ് എടുത്തോട്. ബ്രഷ്. വെരി ഗുഡ്. പൂട്ട് എടുത്തോട്. പൂട്ട്. വെരി ഗുഡ്. പാപ്പണ്ണ. വെരി ഗുഡ്. വെരി ഗുഡ്. വിദ്യാഭ്യാസത്തിനു പുറമെ ജീവിതത്തിന് അടിസ്ഥാനപരമായ പ്രായോഗിക പരിശീലനങ്ങളും ഇവിടെ നൽകുന്നു. ഓരോ വിദ്യാർത്ഥിയെയും അവരവരുടെ കഴിവിനപ്പുറമുള്ള ജീവിതശൈലിയിലേക്ക് പ്രവേശിക്കാൻ ഉപകരിക്കുന്നു. ചെന്നൈ മിഷന്റെ അനുഗ്രഹ എന്ന ഈ മിഷൻ സ്റ്റേഷൻ പലർക്കും ദൈവപരിപാലനയാൽ ജീവിതമാർഗം നൽകാൻ സാധിച്ചു എന്നത് ഈ തമിഴ് പ്രദേശത്തിന്റെ തന്നെ ഒരു അനുഗ്രഹമായി മാറി. നമ്മളുടെ ഈ കുട്ടികളുടെ പരിശീലനം
അവർക്ക് ചെറിയതായിട്ട് നമ്മൾ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ച് പുറത്തൊരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് ചെറിയ കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫിനോയിൽ തയ്യാറാക്കുക, വിസിൽ നമ്മൾ ചെറുതായിട്ട് കമ്പനികളിൽ നിന്ന് മേടിച്ച് അത് അസംബിൾ ചെയ്ത് കൊടുക്കുക. പെൺകുട്ടികൾക്ക് നമ്മൾ തയ്യൽ പരിശീലനങ്ങൾ കൊടുക്കുന്നു. ചെറിയ മെഡിക്കൽ സ്റ്റോറിലേക്കുള്ള കവറുകൾ ഒട്ടിച്ച് അത് മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നു. ഫയൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ അവരെ കൈത്തൊഴിലായി പഠിപ്പിച്ച് ഭാവിയിൽ അവർക്ക് വീടുകളിലിരുന്നും തനിയെ ജോലി ചെയ്യുന്ന തരത്തിലുള്ള സഹായമാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ കാണുന്ന ഇവരുടെ തൊഴിലിനോടുള്ള ഈ ആഭിമുഖ്യം നേടിക്കൊടുക്കാൻ വേണ്ടി നന്നായി വിയർപ്പൊഴുക്കേണ്ടി വന്നു ഇവിടുത്തെ മിഷണറിമാരും സഹപ്രവർത്തകരും. നിഷ്ക്രിയരായിരുന്ന ഇവരെ മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നു ഈ ക്രിയാത്മകമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ. ക്ഷമാപൂർവം സ്നേഹിച്ചും ശാസിച്ചും സ്വന്തം മക്കളോടെന്ന പോലെ തന്നെ ഉപദേശിച്ചും ഇവരുടെ കുഞ്ഞു മനസ്സിനെ ബാധിച്ച നിരാശയെ ദൂരീകരിച്ചുകൊണ്ടാണ് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാൻ ഇവരെ സജ്ജരാക്കുന്നത്. അതിനാൽ ഇവർ ഓരോ കാര്യവും ശ്രമകരമായി സ്വായത്തമാക്കുന്നതിലൂടെ ഇവരുടെ സന്തോഷവും അത്ഭുതവും കാണുമ്പോൾ അഭിമാനം തോന്നിപ്പോകും ഇവിടുത്തെ ശുശ്രൂഷകരോടും ചെന്നൈ മിഷനോടും. എൻ്റെ പേര് രതിക. ഇത് എൻ്റെ മകൾ രമ്യയാണ്. കുട്ടി ഡൗൺ സിൻഡ്രോമാണ്. ഞങ്ങളുടെ ഈ കുട്ടി ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വല്ലാതെ വേദനിച്ചു, എന്താ ചെയ്യാന്നറിയാതെ. അങ്ങനെ ശരിക്കും ഡോക്ടർമാരെ കണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ഇത് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ ഇവിടെ ഈ സ്കൂളിനെ പറ്റി പറഞ്ഞായിരുന്നു, അനുഗ്രഹ സ്കൂള് സിസ്റ്റേഴ്സ് നടത്തുന്നതായത്. അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തു. ഇവിടെ വരുമ്പോൾ കുട്ടി സംസാരിക്കില്ലായിരുന്നു, വർത്തമാനമൊന്നും പറയില്ലായിരുന്നു. ഇവിടെ വന്ന് കൊണ്ട് ചേർത്തതിന് ശേഷം അവർ നല്ലതുപോലെ ട്രെയിൻ ചെയ്തു, പഠിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു, നല്ല വർത്തമാനം പറഞ്ഞു തുടങ്ങി. ഇപ്പം കുട്ടി എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുരുന്നുകൾ ഇവിടെ നൃത്തമാടുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാനാണ്. തങ്ങളുടെ ഈ നൃത്തത്തിന് അപാകതകൾ ഏറെയുണ്ടെന്ന് ഇവർക്കറിയാം. എന്നാൽ പോലും ഇത് തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ഒരു സമൂഹം വളരെ ആനന്ദത്തോടെ വീക്ഷിക്കും എന്ന പ്രത്യാശയോടെയാണ് ഇവർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ചിത്രീകരിക്കുന്നതിന് മുൻപ് ഇവരിൽ ചിലർക്ക് ആശങ്കയുണ്ടായിരുന്നു, ഈ നൃത്തം ടിവിയിൽ കാണാൻ സാധിക്കുമോ എന്ന്. ഇത് തീർച്ചയായും ശാലോം ടിവിയിൽ വരുമെന്ന് കേട്ടപ്പോൾ ഇവരുടെ സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞുപോയി. ഇവരുടെ ഈ ആനന്ദോല്ലാസത്തിൽ നമുക്കും സ്നേഹപൂർവ്വം പങ്കുചേർന്ന് ആസ്വദിക്കാം, പ്രോത്സാഹിപ്പിക്കാം. നമുക്കായി അവതരിപ്പിക്കുന്ന ഈ നൃത്തം അഭ്യസിക്കാൻ സാധാരണ ഒരു കുട്ടിക്ക് ഏതാനും ദിവസങ്ങൾ മതിയാകുമായിരിക്കും. പക്ഷേ ഇവിടെ ഇവർ അവതരിപ്പിക്കുമ്പോൾ വേണ്ടി വന്നത് മാസങ്ങളോളം നീണ്ട പരിശീലനവും അധ്യാപനവുമാണ്.
ആദ്യമേ തന്നെ ചെയ്യുന്നത് ഇവർക്ക് കേട്ട് ശീലിച്ച പാട്ടുകളോ അല്ലെങ്കിൽ ഇവരിൽ ഏത് സംഗീതത്തോടാണോ നന്നായി പ്രതികരിക്കുന്നത് എന്ന് കണ്ടെത്തി അത് തിരഞ്ഞെടുത്ത് നൃത്തം അഭ്യസിപ്പിക്കുകയാണ് ഈ മിഷൻ സ്റ്റേഷനിൽ ചെയ്തു പോരുന്നത്. സംഗീതം നീ പാട്, സലങ്കയിട്ടാൾ ഒരു മാത്, സംഗീതം നീ പാട്, അവൾ വിഴികളിൽ ഒരു പഴരസം, அதை കാൺവതിൽ എന്തൻ പരവ. ഇവർ വളർന്നു വന്ന സംസ്കാരത്തെ മാനിക്കുന്നതും ഇവരുടെ സമൂഹത്തിലെ പൊതുവേദികളിൽ ഭാവിയിൽ അവതരിപ്പിക്കാൻ പാകത്തിന് ഈ കുട്ടികളെ സജ്ജരാക്കുന്നതും ഈ മിഷനെ വ്യത്യസ്തമാക്കുന്നു. സംഗീതം നീ പാട്. അങ്ങനെ ഇവരിൽ ഒളിഞ്ഞുകിടക്കുന്ന സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാനസികമായ വളർച്ചയിൽ അഭൂതപൂർവമായ വേഗത കാണുവാൻ ഇവിടെ സാധിക്കാറുണ്ട്. പൊതുവിജ്ഞാനവും പത്രപാരായണവും ഒരു പരിധിവരെ സ്വയം ആർജിക്കാൻ ഇവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകി പോരുന്നു. അറിവിൻ്റെയും ഭാഷയുടെയും ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന ഈ കുട്ടികൾക്കായി പ്രത്യാശയോടെ മനസ്സിൽ ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ഈ സ്കൂളിൽ ഞങ്ങളുടെ 3 സിസ്റ്റേഴ്സ് ഉൾപ്പെടെ 17 പേർ സേവനം ചെയ്യുന്നുണ്ട്. സിസ്റ്റർ ബെറ്റി ട്രീസായാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈ പ്രിൻസിപ്പാൾ. സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥമായ സേവനവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ളത്. അനുഗ്രഹ എന്ന മിഷൻ സ്റ്റേഷനിൽ ഈ കുരുന്നുകൾക്കൊപ്പം ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ലെന്നാണ് ഇവിടുത്തെ സന്യസ്തർ പറയുന്നത്. ഇവിടെ ഈ കുരുന്നുകളുടെ മാതാപിതാക്കൾ പേറുന്ന ദുഃഖത്തിൻ്റെ ഒരു വലിയ പങ്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള ക്രൂശിതന്റെ വഴിയാണ് ഈ മിഷൻ സ്റ്റേഷനിൽ ദൃശ്യമാകുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും അസഹിഷ്ണുതയോടെ ഇടപെട്ട് വളർത്തുന്ന കാഴ്ചകൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ മിഷണറിമാരുടെ സ്നേഹപൂർണമായ ഈ സമീപനം ലോകത്തിന് ഒരു ഉത്തമ മാതൃകയാണ്. ജന്മം നൽകുന്നതിലൂടെ മാത്രമല്ല മാതൃത്വം പ്രകടമാകുന്നത്. കുഞ്ഞിനെ ഹൃദയത്തിൽ ജന്മം നൽകുന്നവളാണ് യഥാർത്ഥ അമ്മ എന്നുകൂടി ഇവിടെ കാട്ടിത്തരുന്നു. ആ അമ്മമാരുടെ മക്കൾ നേർദിശയിൽ വളരും, വളർന്ന് ലോകത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറും. ചെന്നൈയിലെ മെറീന ബീച്ച് കേട്ട് നല്ല പരിചയമുണ്ടാകും. ഒരു ദിവസം 30,000-ഓളം സന്ദർശകരാണ് പോലും ലോകത്തിലെ തന്നെ 2ാമത്തെ നീളം കൂടിയതായ മെറീന ബീച്ചിൽ വന്നു പോകുന്നതെന്ന് പറയപ്പെടുന്നു. തിരികെയുള്ള നമ്മുടെ യാത്ര അതുവഴിയാണെന്ന് മിഷണറിമാർ പറയുന്നു. അങ്ങേ ഒരു വാട്ടി പോയി പാക്കലാമാ.
உன்னை சொந்தம் ஆக்குண்டா அதுதான் இந்த ஊருடா எங்க பீச்சு காத்து மேல பட்டா போதுண்டா உனக்கு நல்ல ராசிடா இனி நீ சென்னை வாசிடா வாவா வந்து ஆட்டோல ஏறி பாத்தி 2015 നവംബറിൽ ഇവിടെ സംഭവിച്ച പ്രളയക്കെടുതികളെ വളരെ സാഹസികമായിട്ടാണ് ചെന്നൈ നിവാസികൾ അതിജീവിച്ചത് എന്ന് മാധ്യമങ്ങൾ അത്ഭുതപൂർവം പറയുകയുണ്ടായി. ആ വിഷമതകൾ ഇവിടെ എല്ലാവരും മറക്കാൻ ശ്രമിക്കുകയാണ്. This is Toll Free Fun on Gold 101.3 FM. Good evening to you. വെള്ളം കൊണ്ടുവരുന്ന വണ്ടിക്ക് വേണ്ടി കാത്തു നിന്നിരുന്ന ഒരു ചെന്നൈ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെള്ളം വലിച്ചെടുക്കുന്ന വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ചെന്നൈ. എന്നിട്ടും ചെന്നൈ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചങ്കത്ത് തന്നെ തട്ടിയിട്ടും ചിരി മുഖത്തൊന്നും മായാതെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ചെന്നൈയുടെ ചങ്കൂറ്റുണ്ടല്ലോ. ഐ റിയലി ഫീൽ പോസിറ്റീവ്. ഇതുകൊണ്ടാവും ചെന്നൈയെ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ചൂടുകാലത്ത് ചെന്നൈയിൽ വന്നാൽ ഈ ബീച്ചിൽ സന്ദർശിക്കുന്നത് വളരെ ആശ്വാസം പ്രദാനം ചെയ്യും. കടലിൻ്റെ തണുത്ത കാറ്റേറ്റുകൊണ്ട് ചൂടോടെ ചെന്നൈ പലഹാരം കഴിക്കാൻ ഈ മെറീന ബീച്ചിൽ തന്നെ വരണം. വണക്കം ചെന്നൈ.